ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സസ് ചെയ്തെടുത്താലോ? അപ്പോൾ അതിനായിട്ട് 9 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ 3 സെൻറ്റിമീറ്റർ അളവിൽ ഒരു ഗ്രിഡ് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ളിലായിട്ട് 3 സെൻറ്റിമീറ്റർ അളവിലുള്ള 9 സ്ക്വയേഴ്സ് കിട്ടും. ഇനി ഓരോ സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഏതെങ്കിലും ഒരു സൈഡും അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെയും സെൻറ്ററിലുള്ള 2 ലൈനുകൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്ററിൽ വരുന്ന 2 പേപ്പറുകളും ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ബാക്കിയുള്ള 4 സൈഡിലെയും പേപ്പറുകളിലായിട്ട് ഗമ്മാക്കി കൊടുക്കാം. ഇനി നമ്മൾ മടക്കിയ പേപ്പർ നിവർത്തി സൈഡുകളിലെ പേപ്പർ അതിന്മേലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം. എല്ലാ പേപ്പറുകളും ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്കൊരു കുട്ടി ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഇത് അടയ്ക്കാനായിട്ട് നമുക്കൊരു അടപ്പ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് അതേപോലെ ഒരു പേപ്പർ എടുക്കുക. അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡുകൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കാം. ഇനി പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെയും സെൻറ്ററിലുള്ള 2 ലൈനുകൾ സിസർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ സെൻറ്ററിൽ വരുന്ന ഭാഗം ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. പിന്നെ ഒരു ഡിഫറൻസ് ഉള്ളത്, നമ്മൾ നേരത്തെ അതേ സൈഡിൽ തന്നെയായിരുന്നു ഗമ്മാക്കിയത്. ഇപ്രാവശ്യം നമ്മൾ മടക്കിയതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ വേണം ഗമ്മാക്കി കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ സൈഡുകൾ സെൻറ്ററിലെ പോർഷനോട് ചേർത്ത് ഒട്ടിച്ച് എടുക്കാം. ഫസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പുറത്തു കൂടിയായിരുന്നു ഒട്ടിച്ചത്, അതായത് ബാക്ക് സൈഡിലായിരുന്നു ഒട്ടിച്ചു കൊടുത്തത്. ഇപ്രാവശ്യം ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നേരത്തെ ചെയ്ത് വെച്ച ബോക്സിന് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് അതിന് മുകളിലേക്ക് വെച്ച് നോക്കാം. അങ്ങനെ ബോക്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള റിബണും ബോയും ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലെ ചെറിയ 2 പീസസ് പേപ്പർ എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് 2 സൈഡിൽ നിന്നും ക്രോസ് ആയിട്ട് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. നമ്മളിവിടെ ഏത് കളറാണോ ബോക്സ് എടുത്തിരിക്കുന്നത് അതേ സെയിം കളറിലുള്ള റിബണും ബോയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നതും. ഇനി നമുക്കിതിലേക്കുള്ള ബോയ് ഉണ്ടാക്കിയെടുക്കുക. വീണ്ടും 2 പീസസ് പേപ്പർ എടുക്കുക. അളവ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡുകൾ ഗം ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഒട്ടിച്ച ഭാഗത്തേക്ക് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ചേർത്ത് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് റിബണിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം.
ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് പല സൈസിലും കളറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊരു നല്ല സ്റ്റോറേജ് ബോക്സ് മാത്രമല്ല കേട്ടോ, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള കുട്ടി കുട്ടി സ്റ്റേഷനറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാനും കൂടി പറ്റിയ നല്ല ഒരു ഓപ്ഷൻ കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.